They
ഈശോയുടെ വേണ്ടി ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് വിചാരിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോടെ സത്കരിച്ചുകൊണ്ട് പരിശുദ്ധാത്മയെ പോലെ നന്മ നിറഞ്ഞവളുമായി മാറാൻ വേണ്ടി പ്രത്യേകമായ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഇന്നത്തെ വലിയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ പ്രാർത്ഥിക്കാം. ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിൻസി തോമസ് ഓപ്പറേഷന്റെ വിജയത്തിന് പെട്ടെന്നുള്ള അവസരത്തിന് വേണ്ടി ക്രിസ്റ്റി മരിയ തടസ്സമില്ലാതെ അവധിക്കാലത്ത് ഒഴിച്ചു വരുവാനായിട്ടുള്ള വേണ്ടി ഷാൻ കുടുംബവും ജന്മദിനം ആഘോഷിക്കുന്ന ജോസഫ് സിബി ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബിബീഷ് ജന്മദിനം ആഘോഷിക്കുന്ന ആദം ജോബി അതോടൊപ്പം തന്നെ ആഹാൻ ജോബി മരണം മൂലം കർപ്പിട്ട് പോയ പ്രാർത്ഥിക്കാം. ഓണി മൂന്നാമത്തെ ആനിവേഴ്സറിയിരിക്കുന്നു. ഹെൻറി എന്ന സംഭവത്തിൽ നമുക്ക് ഓർമ്മിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത് സിന്ധു പ്രാർത്ഥിക്കുന്നു. ാണ് സിന്ധുവിന്റെ മകനാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷിക്കും വേണ്ടി ജീവിതത്തിന്റെ കുർബാന യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ഈ കാരണത്താൽ വിജാതികളായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ
വെക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാഗങ്ങളുമാണ്. ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിജാതിയോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെ കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ കൊടുക്കുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവേദന അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളെ നിങ്ങളുടെ മഹത്വം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ
അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലാക്കും ഈ പേരിലെല്ലാം ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവന് എഴുത്തുപലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവന്റെ വായ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിൽ നിന്നും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, വിശിഷ്ട വ്യക്തികളൊക്കെ പോകുന്ന അവസരത്തിൽ അകമ്പടി വാഹനങ്ങളും അകമ്പടിയായിട്ട് ആളുകളും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൈലറ്റ് വാഹനം മുമ്പിൽ പോകും. പുറകിൽ വരുന്ന വിശിഷ്ട വ്യക്തിയുടെ മുമ്പിൽ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്ത് അവരെ സുഖമായി യാത്ര ചെയ്യാനായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ത്രിതല പഞ്ചായത്തുകളുടെ ഇലക്ഷനൊക്കെ നടക്കുന്ന അവസരത്തിൽ നമ്മൾ യൂട്യൂബിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വാഹനം മുമ്പിൽ പോകും. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി ഇതുപോലെ മംഗളവാർത്താ കാലത്തിന്റെ 3-ാമത്തെ ആഴ്ചയിൽ പൈലറ്റ് വാഹനമായിട്ട് യോഹന്നാൻ വരുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പുറകിൽ വരുന്ന വിശിഷ്ട വ്യക്തിക്ക് വഴിയൊരുക്കാനായിട്ട് പൈലറ്റ് വാഹനമായി വന്ന യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് ഒന്നാമത്തെ ഞായറാഴ്ച നമ്മൾ വായിച്ചുകൊണ്ട് യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് ആ അറിയിപ്പിന്റെ പൂർത്തീകരണമാണെന്ന് കാണുക. ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞില്ലേ, എലിസബത്ത് പ്രസവിക്കുന്ന അവൾക്കെന്തോ മാതാരോഗമുണ്ട്, അവളെ ദൈവം ശമിച്ചതാണ്. എന്നിട്ടിപ്പോഴോ സക്കറിയാടി വീട്ടിലേക്ക് ഒരു പെരുന്നാളിനുള്ള ആവുണ്ടാണ്. കാരണം ശ്രാവയോഹന്നാൻ ജനിച്ചിരുന്ന 8-ാം ദിവസം പേരിടലാണ്. പേരിടൽ ക്രമം നടക്കുകയാണ്. അവര് ചോദിക്കുന്നുണ്ട് എന്ത് പേരാണ്. അവർ കരുതുക ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പേരിടാൻ വേണ്ടി സക്കറിയായെന്ന് പേര് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച് സക്കറിയ ചൊല്ലിയ എലിസബത്ത് പറഞ്ഞത് പറ്റില്ല. അവൻ യോഹന്നാൻ വിളിക്കപ്പെടുന്നു. ബന്ധുക്കൾ ചോദിച്ചു, നിനക്കെങ്ങനെ ഭ്രാന്താണോ? എന്റെ കുടുംബത്തിലോ സക്കറിയായുടെ കുടുംബത്തിലോ ഈ പേരാർക്കില്ല, പിന്നെ എങ്ങനെയാ യോഹന്നാൻ എന്ന പേരിടുക? സക്കറിയായോട് ചോദിച്ചു, എന്താണ് പേരിടേണ്ടത്? അവൻ എഴുത്തുപലക ചോദിച്ചു മേടിച്ചിട്ട് എഴുതി കൊടുത്തു. എന്ത്? യോഹന്നാൻ. തൽക്ഷണം നമുക്കറിയാം സക്കറിയായുടെ നാവിന്റെ ബന്ധനത്തിൽ നിന്നും മൂകത കീർത്തനമായിട്ടും വന്ധ്യത മാതൃത്വമായിട്ടും മാറ്റപ്പെടുന്ന നിമിഷങ്ങളാണ്. നമുക്കറിയാം സക്കറിയായി നമ്മൾ കാണുന്ന ദേവാലയത്തിൽ വെച്ചാണ് ഡൗട്ടിംഗ് പ്രീസ്റ്റ് ആയിട്ട്. പിന്നെ കാണുന്നത് എപ്പോഴാണ്? ബന്ധനം നീങ്ങിയിട്ട് കീർത്തനമാണ് ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന സക്കറിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപകളോട് ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങൾ അസ്വസ്ഥതകൾ മാറിപ്പോകുമെന്ന് സക്കറിയായിലൂടെ എലിസബത്തിലൂടെയും ഇന്ന് സുവിശേഷം രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്
പറയുന്നത് കാത്തിരിക്കാനായിട്ട് പഠിപ്പിക്കാനാവുക. കാത്തിരിക്കാനായിട്ട് ഓക്കെ സക്കറിയ എത്ര നാൾ ദീർഘനാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ ധൂപർപ്പിക്കുമ്പോഴൊക്കെ സക്കറിയായുടെ കണ്ണീരായിട്ട് വീടത്തിൽ നിന്നിട്ടുണ്ടാവും. എനിക്കൊരു കുഞ്ഞിനെ കണ്ണനെ എലിസബത്തിന്റെ കണ്ണീര് കണ്ട് സക്കറിയ ദീർഘനാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കണം. ആരോഗ്യത്തുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പോയി അവൾ ഗർഭിണിയാകുമ്പോൾ എലിസബത്ത് തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവും, എനിക്കൊന്ന് കുഞ്ഞിന് ഗർഭം ധരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകണം. ആരോഗ്യത്തിന് പെൺകുട്ടി പ്രസവിക്കുമ്പോൾ ആ വാർത്ത കേട്ടിട്ട് എലിസബത്ത് തീർച്ചയായിട്ട് വേദനിച്ചിട്ടുണ്ടാകും, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. ദീർഘനാളത്തെ കാത്തിരിപ്പാണ് ദൈവാനുഗ്രഹത്തിന്റെ മഴയായിട്ട് എലിസബത്തിന്റെ ജീവിതത്തിലേക്ക്, സക്കറിയായുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞായിട്ട് യോഹന്നാൻ ദൈവം ധന്യം കാണിച്ചിരിക്കുന്നത് അർത്ഥമുള്ള യോഹന്നാൻ ഇരിക്കുന്നത്. ദീർഘനാളത്തെ കാത്തിരിപ്പ് നോക്കി. എലിസബത്തും സക്കറിയയും മാത്രമൊന്നുമല്ല കാത്തിരിക്കുന്നത്, അബ്രഹാം സാറായി കാത്തിരിക്കുന്നു. ബൈബിളിലൂടെ പോകുമ്പോൾ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കാത്തിരിക്കാമെന്ന് തമ്പുരാനുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ മാത്രം കാത്തിരിക്കാൻ പറ്റും, നമ്മൾ മക്കളെയും കാത്തിരിക്കാൻ പഠിപ്പിക്കും. അതില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, കിട്ടാതെ വരുമ്പോൾ മക്കൾ ഡിപ്രഷനിലേക്കും കൗൺസിലിംഗിലേക്കും വേണ്ടി നമ്മളൊക്കെ ഓടാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാനായിട്ട് പഠിപ്പിക്കുന്ന നല്ലതായെന്ന് സുശീലം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞിന്റെ ജനനത്തോടുകൂടെ ജനനം കുഞ്ഞാനായി തീരും. ഈ കുഞ്ഞാനായി തീരും. സക്കറിയായ്ക്ക് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു, കൃത്യമായ ഉത്തരവുണ്ടായിരുന്നു. നീയോ കുഞ്ഞെ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു. ഈ കുഞ്ഞിനെ കൈയെടുത്തുകൊണ്ട് സക്കറിയ പറയാം, നീയോ കുഞ്ഞെ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പോൾ ദൈവത്തിന്റെ കരം മുന്നോട് കൂടെ ഉണ്ടായിരുന്ന പറയും. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ കലത്തിലെടുത്ത് നമ്മളെന്താ പറയുന്നത്, നീയോ കുഞ്ഞ് അത്തന്നെ പ്രവാചകൻ ദൈവത്തിന് മുന്നിൽ വിളിക്കപ്പെടുന്നതാണ് പറയുന്നത്. സംശയമുണ്ട്. നമ്മളെന്താ ആഗ്രഹിക്കുന്നത്, സഭയാഗ്രഹം ദൈവത്തിന്റെ പ്രവാചകൻ വിളിക്കപ്പെടണമെന്നാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ, നീയൊക്കെ ഒരു ഡോക്ടറാകണമെന്ന്, നീയൊക്കെ എഞ്ചിനീയർ ആകണമെന്ന്, നീയൊക്കെ കളക്ടറാകണമെന്ന് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതികള് അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളും മറുതരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം. ദൈവത്തിന്റെ പദ്ധതികളും മറുതരിക്കാനായിട്ട് എന്നിട്ടോ അങ്ങനെ ഇരിക്കും. ദൈവത്തിന്റെ കാര്യം ഇവനോടുണ്ടായിരുന്നു പറയുന്നത്. ദൈവത്തിന്റെ കാര്യം നമ്മുടെ മക്കളുടെ കൂടെ ഇല്ലാത്തത് എങ്ങനെയാണ്? നമ്മളും ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കണം. നമ്മളും ദൈവത്തിന്റെ കരം പിടിച്ച് നടന്നാലേ മക്കളെയും നമുക്ക് ദൈവത്തിന്റെ കരം പിടിക്കാനായിട്ട്, പ്രചോദിപ്പിക്കാനായിട്ട്, പ്രേരിപ്പിക്കാനായിട്ട്, പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ദൈവത്തിന്റെ കരം പിടിക്കാൻ നമ്മൾ താല്പര്യം എന്തുവാകുന്നത് അനുഗ്രഹങ്ങൾ നോക്കിക്കേ. യോഹന്നാന്റെ പേരിട്ടു. കാരണം എന്തുകൊണ്ട് ദൈവത്തിന്റെ കാര്യം അനുസ്മരിക്കുക. എടാ യോഹന്നാനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യം ഓരോന്നും അനുസ്മരിക്കുക. നമുക്ക് ഇതുപോലെ എത്രമാത്രം അനുഗ്രഹങ്ങൾ കാത്തിരുന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത്, കൃപകളെ ഓർത്ത് ധ്യാനിക്കാനായിട്ട് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കും. ഇന്ന് പോയിക്കുക പറയണം. ദൈവം തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത് ദേവാലയത്തിൽ കടന്നു വന്ന് നന്ദി പറഞ്ഞ് മുട്ടുപടയ്ക്കാൻ ഏറ്റുപേടിക്കുന്ന ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ബോധം രഹസ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് പല സംഭവ വികാസം നമ്മളെ പഠിക്കുന്നത്. നമ്മളെപ്പോലെ ദൈവത്തെ ലഭിച്ച ജനത ഏതാവും? നമ്മളെപ്പോലെ ദൈവത്തെ ലഭിച്ച നിങ്ങളെപ്പോലെ ദൈവത്തെ ലഭിച്ച എത്ര പേര് നിങ്ങളുടെ നാടിനുണ്ട്? എന്നിട്ടോ ആ ദൈവകർമ്മങ്ങളെ അനുസ്മരിക്കാൻ, ദൈവത്തിന് നന്ദി പറയാതെ നടന്നുപോയ 9 കുഷ്ഠരോഗികളെ പലപ്പോഴും നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഇന്ന് എലിസബത്ത് സഭയായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്
ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയാതെ മറുതലിച്ച് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കളിലേക്ക് നോക്കിയാൽ ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ നന്ദി പറയാതെ മറുതലിച്ച് നിൽക്കുമ്പോൾ മക്കളിലേക്ക് നോക്കിയാൽ ഉത്തരം വേറെപ്പെട്ടെ പ്രിയപ്പെട്ട അവസാനഘട്ടത്തിലേക്ക് ഈശോയുടെ ജയപ്രയെ ആകർഷിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ യഥാർത്ഥമായ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെയും ഹൃദയം അറിയുന്ന വേദനയോടെയാണോ ഞാൻ ഈ നോമ്പ് ആചരിച്ച് ക്രിസ്തുവിന്റെ തിരുപ്രതി ആഘോഷിക്കാനാണ്? 2000 വർഷം മുമ്പ് ഉൾക്കൊള്ളിൽ ഇന്ന് ഈശോ അങ്ങനെ ഈശോയ്ക്ക് കൂടുന്ന ആവശ്യം. ഇന്ന് പിറക്കാനായിട്ട് ഈശോ ഇടം തരുന്ന എന്റെ ഹൃദയം അവിടെ വിട്ടുപിടിക്കുമ്പോൾ എന്റെ ഹൃദയവാദം തുറന്നു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സമാധാനത്തിന്റെയും ഒരു ജീവിതമായി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തികളും മാറും. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്ത പരിശുദ്ധായെ ഞങ്ങളുടെ പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന വിശുദ്ധായി കൃപാവരം നൽകി ഈ സഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായി നിന്നെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരുടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു വരുവാൻ മനുഷ്യനായ വിശുദ്ധായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവതാരം വഴി മനുഷ്യവംശത്തെ പുറത്തമണിയിച്ച വിശുദ്ധായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തന്റെ പിതാവിനെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ പിയർ ഫ്രാൻസിസ് സഭാക്ലേരിയസിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Sing
സഹോദരരെ
മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപവും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തി ചെയ്യുവായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. അങ്ങനെ മഹത്വം ദൈവത്തിന്റെ ആത്മായ നാമം എല്ലാവരും എല്ലാ നാമത്തിനെതിരെയും ആശിഷുകളും കുറിച്ചും അറിയിക്കുന്നു. എന്തുകൊണ്ട് ലോകത്തെയും അവരുടെ സഹത്തെയും കരുണ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് ഭക്തികൾ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാതാപിതാക്കളും മഹോന്നതനായ ആരാധിക്കുന്നു. അഗ്നിമാന്മാരും ഒരു വീടുമായ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വീടുമായ സ്വാമന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. നിത്യമംഗളത്തിൽ കർത്താവെന്നും
പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് വിടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളെല്ലാം പകർത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ നിറക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസിയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി കർത്താവേ, നിന്നെ പ്രകാശിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ ഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ആവിധമായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവം, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്ക്, പി. ബാപ്റ്റിസ്റ്റ മെത്രാപ്പോലീത്തായ്ക്ക്, പുരോഹിതന്മാർ, സംസ്ഥാന സമർപ്പിതരായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർ വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ബാധിതരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ പേർപ്പിച്ചുപോയ എല്ലാ മനുഷ്യർക്കും അവരുടെ കാരണത്തെ പ്രത്യാശകളും കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി കൃപാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ യേശുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അനന്താമൃതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ മേൽമനവും വിശുദ്ധികളെ പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ
ലോകനാഥൻ രക്ഷകനുമായി ശിവശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവനായി ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നാമത്തിലേക്ക് നാമത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പ്രതികരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടപ്പെടാതിരിക്കുകയും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നാമമായി തീർത്തിരിക്കും കാരണമായിട്ട് കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ രക്ഷാകർത്തൃത്വത്തെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ ആവശ്യത്തിന്റെ മുൻകത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും ജ്ഞാസിയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ചേർന്നണമേ. ആമേൻ. ഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും തുടക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ശംസിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതാം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുവാനും ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രസ്തുതാം പാപമോചനം പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യാം. ജീവനുടെ അപ്പമാകുന്നു. നമ്മുടെ കർത്താവേ, ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരന്റെ ക്ഷണിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും അഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലാകട്ടെ. പ്രസന്നവദന നിഷ്കളങ്കരുമായ ആയിരിക്കുവാൻ ഞങ്ങളെ
ഏറ്റവും ചേർന്ന് നീ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതിരിക്കണമേ. ദുഷ്കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആമേസ്തനായ സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ആഹാരത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്കാരോപിക്കുന്നവരെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപിക്കുന്നതിനാലും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം ഓർമ്മൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ ഈ പിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയ ദൈവപുത്ര, നിന്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ജനതകളെ തന്റെ കൃപയാൽ നിങ്ങളുടെ കടങ്ങൾ പുറത്താകാൻ നന്ദി പറയുകയും മാലാഖമാരാൽ സ്തുതിക്കപ്പെടുന്ന രഹസ്യങ്ങളിൽ പങ്കുചേരുകയും
ഇന്നലെയായിരുന്നു വളരെ ഭംഗിയായിട്ട് അത് കാണാൻ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഏകദേശം 10-600 മലയാളികൾ സംസ്ഥാന പല ഭാഗങ്ങളിൽ നിന്ന് അതിൽ കേരളത്തിൽ വ്യാപിപ്പിച്ചു. അത് വലിയൊരു അനുഭവമായിട്ട് പറയാനായിട്ട് ഇടയായി. നിങ്ങൾക്ക് കൊടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികർക്ക് ദൈവം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ജെറുസലേമിലുള്ള പാർട്ടിയുമാണ് കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഷൈനി, ലീന, സ്റ്റീഫൻ, എന്നിവരെ പ്രത്യേകം ഓർമ്മിക്കുന്നു. കർത്താവിനെ ശുശ്രൂഷകരായ ലിസിയെയും ഷോണിനെയും ക്രിസ്മസ് അടുത്ത് വരികയാണെന്ന് ഞാൻ പറയേണ്ട. സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സംസാരിച്ച് ജീവിതത്തെ നവീകരിച്ച് ക്രിസ്തുവിലേക്ക് വേണ്ടിയിട്ട് വരികയാണ്. ക്രിസ്മസിന്റെ ഈ കർമ്മങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ രാത്രി കുർബാന 9:30 മണിക്കാണ് വെച്ചിരുന്നത്. ഈ വർഷം മാറ്റമുണ്ട്, 10:30 മണിക്ക്. അതുകൊണ്ടാണ് 10 പ്രിഫർ ചെയ്തത്. കാരണം 12 മണിക്കൊക്കെ ബസ് ഉണ്ടാവും. അത്ര പെട്ടെന്ന് ബസ് കിട്ടില്ല. 12 ബസ് ഉണ്ട്. നിങ്ങൾക്ക് ശാന്തമായിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അപ്പനെ മാമനെ ഉറക്കി ആരെക്കൊണ്ട് ഉറക്കിയിടും. ഉപവാസം ചെന്ന് കഴിഞ്ഞിട്ട് താരാട്ടുപാടി ഉറത്താനും പത്രിക കാര്യം കേട്ടില്ല. 10:30 തുടങ്ങിയ 11:30 ആകുമ്പോഴത്തേക്ക് 11:45 പോവാം. ഓക്കെ, പിന്നെടുത്തോണ്ട് നമുക്ക് 10 മണിക്ക് കൃത്യം 10:30 നമുക്ക് തുടങ്ങാം. 12:30 ഓക്കെ ഓക്കെ. അതാണ് 8 മണിക്ക് തുടങ്ങാൻ എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണ്ടി വരാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് 10 പേരുടെ പറ്റത്ത് വരില്ല. വേണം ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ. ഒരു കാര്യം ചെയ്യാം. 10 മണിക്ക് ഓക്കെ. ഞാൻ ആ കേസിൽ ഞാൻ റോസറി ചർച്ച ചോദിച്ചു നോക്കാം. ഉറപ്പില്ല. അടുത്ത ഞാൻ ഓക്കെ. അടുത്ത തീരുമാനം
ഇവിടുന്ന് ഒരു 10 മിനിറ്റ് താഴെ നടക്കാം. പത്തരയുടെ കുർബാന ഈ ജസ്റ്റിൻ പറഞ്ഞ പോലെ 10 വെക്കാൻ വേണ്ടി എനിക്ക് പ്രതീക്ഷിക്കുന്നു. 9:30 കുർബാന തുടങ്ങി 1 മണിക്കൂർ കൊണ്ട് അവർ കുർബാന കൊടുക്കും എനിക്ക് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റിൻ പറയുന്ന അഭിപ്രായം ആശ്രമത്തില് 9:30 കുർബാന 9 മണിക്ക് കളിക്കാൻ പ്രോബ്ലം. അതിന് എത്ര പേര് തയ്യാറുണ്ടാവും? ഇവിടുന്ന് ഒരു 10 മിനിറ്റ് താഴെ ലൊക്കേഷൻ തരാം. പലർക്കും അറിയാതെ പറ്റിയാണ്. ഒന്ന് കൈവഴി എത്ര പേർ വരാൻ പറ്റുന്നുള്ളത്? 9:00 നമ്മുടെ അവിടെ തലശ്ശേരി പള്ളി റെഡിയാൻ എളുപ്പമുണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തത് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പാട്ടുകാർ കുറേ പേര് പോയി. പുതിയ പാട്ടുകാരെ ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരായ എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളെ യോഗ്യരാക്കി വിശുദ്ധായ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ കാലത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കാൻ പാപാന്തകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ നിരവധസായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച ഞങ്ങൾ സത്യത്തിന്റെ സ്നേഹത്തിൽ വ്യാപരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ ജനമേ, രക്ഷയുടെ ദിവസം സമാഗതമാകുമ്പോൾ രക്ഷയെ സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരാകട്ടെ. ദൈവസേവിക്കുകയും തിരുശരീരങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് നിങ്ങളെ അവിടുന്ന് അണിയിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും വിശദീകരണത്തിന്റെ പേരുടെ മേൽ സ്വസ്തി. ും
ദാസരെ അനുസരിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. കർത്താവേ, നീ ഞങ്ങളെന്നേക്കും മഹിമയടങ്ങിയ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിലനിർത്തണമേ. നല്ലവർക്ക് വളർന്നവരേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായുസ്സും സന്തോഷത്തിൽ കർത്താവേ, ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരും നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ കൃപയുടെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. കൈക്കൊള്ളണമേ ഹൃദയം തമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ദയനാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ വിളിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. ാകുന്നു.
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും ശുദ്ധാത്മാവുമായ സർവേശ്വര ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ ഫോട്ടോ കണ്ട് അതായിരിക്കും ചേച്ചിട്ടുണ്ട്. ചേച്ചി കുമ്പസാരിക്കണം. ഭർത്തിയാണോ?
അല്ലല്ല എന്താണെന്നല്ല വിഷയം പോകാം. കാണിച്ചു തന്നെ മതി ചേട്ടാ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ ബ്ലറായി പോയത് കേട്ടാ.